എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്കുള്ള BSc കോഴ്സസിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിനുള്ള അപേക്ഷകൾ നൽകാനുള്ള ഡേറ്റ് നീട്ടി. നിലവിൽ ഏകദേശം ഏപ്രിൽ ആദ്യ വാരത്തോടെയായിരുന്നു ഇതിൻ്റെ ഡേറ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഡേറ്റ് നീട്ടിയത് പ്രകാരം ഏപ്രിൽ 26-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 6-ാം തീയതി വരെ ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc ഹോണേഴ്സ് നഴ്സിംഗ്, അതുപോലെ BSc പാരാമെഡിക്കൽ, BSc പോസ്റ്റ് ബേസിക്, അതുപോലെ MSc നഴ്സിംഗ്, MSc കോഴ്സസ്, അതുപോലെ തന്നെ ബയോടെക്നോളജി എന്നിവയുടെ 2024 സെക്ഷനിലേക്കാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുക. അല്ലാതെ നിങ്ങൾക്ക് +2ൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലല്ല. നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്ന സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എയിംസിൻ്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ BScയുടെ പ്രോസ്പെക്ടസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ പല ഡീറ്റെയിൽസുകളും വരിക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ തന്നെ MSc നഴ്സിംഗ്, അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ നീട്ടിയത് പ്രകാരം 26-ാം തീയതിയാണ്. അതായത് ഏപ്രിൽ 26-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ആ ഒരു കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. അതായത് ഏപ്രിൽ 30-ാം തീയതിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഫീ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണോ എക്സാം വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സൗകര്യം എന്ന് പറയുന്നത് ഫൈനൽ രജിസ്ട്രേഷനുള്ള സൗകര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ 30-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഈ ഒരു BSc നഴ്സിംഗ്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്, BSc പാരാമെഡിക്കൽ കോഴ്സസ് എന്നിവയിലേക്കുള്ള നിങ്ങൾക്ക് അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പ്രസിദ്ധീകരിക്കുന്നത് 8-ാം തീയതിയാണ്. അതായത് മെയ് 8-ാം തീയതിയാണ്. ആ ഒരു ഘട്ടത്തിൽ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് തെറ്റായിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്. അതായത് മെയ് 13-ാം തീയതി. അതിനുശേഷം MSc നഴ്സിംഗ്, MSc കോഴ്സസ്, അതുപോലെ തന്നെ ബയോടെക്നോളജി എന്നിവയിലേക്കുള്ള വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ സ്റ്റാറ്റസ് പ്രസിദ്ധീകരിക്കുക 9/5/2024. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ MSc, അതുപോലെ തന്നെ MSc നഴ്സിംഗ്, അതുപോലെ തന്നെ MSc കോഴ്സസ്, അതുപോലെ ബയോടെക്നോളജി എന്നിവയിലേക്കുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14-ാം തീയതിയാണ്. അതായത് മെയ് 14-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയിംസിൻ്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പ്രോസ്പെക്ടസ് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നിങ്ങനെ നിരവധി ഡീറ്റെയിൽസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും എത്ര വീതം സീറ്റുകളാണ് ഓരോ കോഴ്സുകളിലും ഉള്ളത്, അതുപോലെ ഏത് എയിംസിൻ്റെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ളതും, അതുപോലെ ഏത് കാറ്റഗറിയിൽ എത്ര വീതം സീറ്റുകളാണ്, അതുപോലെ ടോട്ടൽ എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഇതുവഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.